നമ്മളങ്ങനെ റോസ് മലയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഒരു 3/4 മണിക്കൂറായി, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് കേട്ടോ. ഇന്നത്തെ യാത്ര നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. കാരണം നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് ഈ മെയിൻ വഴി കൂടെയൊക്കെ പോയി കഴിഞ്ഞ ശേഷം 10 കിലോമീറ്ററാണ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു കൊടുങ്കാടാണ് കേട്ടോ. അത് ഓഫ് റോഡുകളാണെന്നാണ് പറഞ്ഞ് കേട്ടേക്കണേ. ഇതൊരു കനാനായ കത്തോലിക്ക പള്ളിയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടത്. പള്ളിയിലൊക്കെ കയറണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താനും അതുപോലെ അതിൻ്റെ വ്യൂകളൊക്കെ കാണാനായിട്ട് നമ്മൾ വളരെയധികം നേരം വൈകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള യാത്ര ഇങ്ങനെ പോകുമ്പോൾ പള്ളി എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കയറാനൊന്നും പറ്റാറില്ല നമുക്ക്. നമ്മുടെ രാഷ്ട്രപതി KR നാരായണ മേനോൻ്റെ നമ്മൾ സ്കൂളൊക്കെ കണ്ടു കേട്ടോ, മെമ്മോറിയൽ സ്കൂളൊക്കെ കണ്ടു. അതേപോലെ ഈ വഴിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിട്ടാ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതിനെ കണ്ട വഴിയിലൊന്നും തിരക്കില്ല. മറ്റേത് വണ്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് കാണാറുണ്ട്, ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല. ഏകദേശം നമുക്ക് ഇനിയും ദൂരം പോകാനുണ്ട് കേട്ടോ. റബ്ബർ കൃഷിയാണ് ഒരുവിധം നമ്മളിപ്പോൾ കണ്ടു വന്നത് കുറേയൊക്കെ. പിന്നെ പൈനാപ്പിളിൻ്റെ കൃഷിയും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇപ്പോൾ റംബൂട്ടാൻ്റെ തൈകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഓരോ ജംഗ്ഷനിൽ കൂടെ പോകുമ്പോഴും നമ്മുടെ ഈ ഫോണും നമ്മളൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അവരെ മുഖത്ത് നോക്കി വർത്തമാനം പറയാനോ അങ്ങനെ ചിരിക്കാനോ ഒന്നിനും നമുക്ക് നേരം കിട്ടാറില്ല കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനിയും കുറേ ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പകലായ കാരണം നമുക്ക് എന്തെങ്കിലും വഴിയിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നത്. നമ്മളീ പോണ വഴിയിൽ നല്ല നല്ല വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ല നല്ല മോഡൽ വീടുകൾ കാണുന്നുണ്ട്. അതേപോലെ ഇത് അമ്പലമാണ് നോക്കി. ഏത് അമ്പലം എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അമ്പലം, പള്ളികൾ, മുസ്ലിം പള്ളികൾ, അങ്ങനെ കുറേയേറെ നമ്മുടെ ഈ കാഴ്ചകളിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് കേട്ടോ. നമ്മൾ കാലത്തെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ്. ഉറക്കമാണ് ഇതിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് കേട്ടോ. കാറ്റടിച്ചാൽ അപ്പോൾ ഉറക്കം വരും. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ചായ കുടിക്കലാണ് പിന്നെ പരിപാടി, മുഖം കഴുകലും. കണ്ട റബ്ബറാണ് മെയിനായിട്ടും കൃഷി കാണുന്നത് കേട്ടോ. അത് ഇപ്പോൾ കുറച്ച് നേരത്തെ തിരക്കില്ല എന്ന് പറഞ്ഞാലും ഇപ്പോൾ അതേ വണ്ടികളൊക്കെ കാണുന്നുണ്ട്, നല്ല തിരക്ക് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്നാണെങ്കിൽ അനുകൂലമായ കാലാവസ്ഥ കേട്ടോ. മഴയൊന്നും കാണുന്നില്ല. ഇതേ വാഴക്കൃഷി, നമ്മുടെ ഇവിടെയൊന്നും വാഴകളുടെ കൃഷിയൊക്കെ ഭയങ്കര കുറവാട്ടോ. അങ്ങനെ നമ്മൾ റോസ് മലയിലേക്കുള്ള ഡെസ്റ്റിനേഷനിൽ പോവാറായി തുടങ്ങിയിട്ടാ. ഇനിയും കുറേ കിലോമീറ്ററുകൾ നമുക്ക് പോകാനുണ്ട്. ഈ കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് അവിടെ എത്തി കിട്ടുമ്പോൾ സന്തോഷമാണ്. നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. അപ്പോൾ നമ്മുടെ ടാസ്ക് നമ്മൾ പൂർത്തിയായി എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇത്രയും ദൂരം നമ്മൾ പോയത് തിരിച്ച് അത്രയും ദൂരം തന്നെ പിന്നോട്ട് വരണ്ടേ വീട്ടിലേക്ക്. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. രാത്രിയായാലും നമ്മളെങ്ങനെയൊക്കെ വരും. സൈഡ് തന്നില്ല കേട്ടോ ആള്. നമ്മൾ കയറി പോന്നു. ബൈക്കായതിൻ്റെ പേരിൽ വലിയ ബ്ലോക്കിലൊന്നും നമ്മൾ പെടാറില്ല കേട്ടോ. അതൊരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറേ പേര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ലേ. ഏത് ചാനലിലാണോ എന്തിനാണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ബസ്സുകളൊക്കെ ഉണ്ടെന്ന് ഞായറാഴ്ചയായാലും. കുറേ കടകൾ അടഞ്ഞും കിടക്കുന്നുണ്ട്, കുറേ കടകൾ തുറന്നും കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസത്തെ പോലെ ജോലിക്കാരുടെയും അതുപോലെ തന്നെ കച്ചവടക്കാരുടെയും ഒന്നും ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ വഴിയിൽ. നല്ല ശാന്തമായ അന്തരീക്ഷം തന്നെയാണ്. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ബ്ലോക്കൊന്നും കിട്ടിയില്ല. സുഖകരമായിട്ടുള്ള നമ്മുടെ യാത്ര തന്നെയാണ് കേട്ടോ. അതേപോലെ നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലും ഇല്ല.
വഴിയൊക്കെ ഇപ്രാവശ്യം നല്ല രീതിയിൽ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെന്നാലും ചെറിയ ഡൗട്ടാണ്, തെറ്റി പറഞ്ഞു തരാമോ എന്ന്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വലിയ രീതിയിലുള്ള തെറ്റൊന്നും ഇതുവരയ്ക്കും വന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ KR നാരായണ മേനോൻ്റെ ഹോസ്പിറ്റൽ ഇതാണ്, മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇതൊക്കെ ഇത് നല്ല ഹൈറ്റിൽ, അതെ അത് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയണം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കൊക്കെ എത്താനായിട്ട്. ആ വഴി കൂടെ തിരിഞ്ഞിട്ട് നമുക്ക് ഇനി പാലായിലേക്കാണ് നമ്മൾ നേരിട്ട് കയറുന്നത്. നല്ല നല്ല വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളതൊന്നും മിസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ ഈ യാത്രയിൽ. ആ വീടുകളും അതേപോലെ തന്നെ ഓടിട്ട് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം ഇപ്പോഴൊന്നും ഓടിട്ട് വീടെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവരുടെയും ടെറസ് വീടാണ്, എല്ലാവർക്കും ടെറസ് വീടാണ്. കാരണം ഇപ്പോഴത്തെ ഓട് വീടിനൊന്നും അങ്ങനെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. കിടക്കാനൊക്കെ സുഖം അതാണെങ്കിലും ആർക്കും താല്പര്യമില്ല. കാരണം ആളെ വിളിച്ചിട്ട് വേണം അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് കാരണം കൊണ്ട് അതിനാരും ഒരുക്കപ്പെടാറില്ല. അപ്പം അങ്ങനെ ഇവിടെ നിറച്ച് പറമ്പ് നോക്കി നമ്മൾ ഈ പോണ യാത്രയിലേ ചില സമയങ്ങളിൽ ഈ പോലീസിൻ്റെ വണ്ടി കിടക്കുമ്പോൾ നമ്മുടെ ക്യാമറ അറിയാണ്ട് ഒന്ന് പതുങ്ങൂട്ടാ. അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. എന്തെങ്കിലും ഇത് ഫൈൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. തിരക്കൊന്നുമില്ല കേട്ടോ ഈ വഴിയിൽ. അത് കാരണം നമ്മളെ അത് വളരെ സുഖമായിരുന്നു. പിന്നെ നമ്മൾ മാട്ടുപ്പെട്ടിയിലേക്ക് പോകുമ്പോൾ ആ മൂന്നാറിൻ്റെ അവിടെ നല്ല തിരക്ക് വന്നു. അതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എന്തോ ഒരു മുടക്ക്